Welcome all. This is Reshma from Department of Computer Application, School College, Kottayam. Today's session we are discussing about replacement theory. ഈ സെക്ഷനെ സംബന്ധിച്ച് ഈ സെക്ഷൻ നമ്മൾക്ക് ഇപ്പോഴത്തെ സിലബസ് ഇല്ലാത്തൊരു സെക്ഷനാണ്. എന്നിരുന്നാൽ തന്നെയും 1 മാർക്കും 2 മാർക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുക. അതുകൊണ്ടാണ് സെക്ഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്ത് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് സെഷനോട് കൂടെ തന്നെ. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ സെഷൻ. നമ്മുടെ അവസാനത്തെ സെഷനാണ്, ലെക്ചർ സെഷനാണിത്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറിയെ പറ്റി ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിലബസിനകത്ത് ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ 2 മാർക്കിനും 4 മാർക്കിനും ക്വസ്റ്റ്യൻസ്, 1 മാർക്കിനും 2 മാർക്കിനും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്നുള്ളതിന് റീപ്ലേസ്മെൻറ്റ് തിയറി എന്താണെന്നുള്ളതിന് പറ്റിയൊരു ഐഡിയ അത് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, റീപ്ലേസ്മെൻറ്റ് തിയറി. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൊരു എക്യുപ്മെൻറ്റ്, ഇപ്പോൾ ഒരു പേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, ഒരു മൊബൈൽ ആയിക്കോട്ടെ, അത് എല്ലാത്തിനും അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്കതിനെ റൺ ചെയ്യാനുള്ളൊരു സമയമുണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം ആ മാക്സിമം എഫിഷ്യൻസി ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും, ഫെയിലിയേഴ്സോ ബ്രേക്ക് ഡൗൺസോ അല്ലെങ്കിൽ എഫിഷ്യൻസി ഡിറ്റീരിയേഷനോ അങ്ങനെ ഹാപ്പൻ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനൊരു ഏതൊരു എക്യുപ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്യുപ്മെൻറ്റിനെ നമ്മൾ ഒന്നെങ്കിൽ നമ്മളതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്തി അതിനെ റിപ്പയർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫെയിലിയറോട് കൂടെ അതിനെ എന്ത് ചെയ്യണം, റൺ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ എഫിഷ്യൻസി കുറയുവാണെങ്കിൽ റൺ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ഈ 2 കേസുകളാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മളുടെ ചിലവ് കുറയ്ക്കാൻ, കോസ്റ്റ് കുറയ്ക്കാൻ നമ്മൾ 2 ഓപ്ഷൻസ് ആയും നമ്മളൊന്ന് ചൂസ് ചെയ്ത് നോക്കും അല്ലേ. ഒന്ന് ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആ എക്യുപ്മെൻ്റ് ഒന്ന് റിപ്പയർ ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്യിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ ഫെയിലിയറോട് കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫെയിലിയറോട് തന്നെ കുറച്ച് നാളോടെ മാക്സിമം എത്രയാണെന്ന് വെച്ചാൽ ഓടട്ടെ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അതിനെ റൺ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ 2 കേസുകൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ആ എക്യുപ്മെൻ്റ് ഉണ്ടാകുന്ന ഫെയിലിയർ നമ്മളുടെ ടൈമിനെ കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിനെ കൺസ്യൂം ചെയ്യും. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഫെയിലിയറോട് കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹാങ് ആവുന്നു, അങ്ങനെ ഇപ്പോൾ അതൊരു ഫെയിലിയറാണ്, ഡിഫക്റ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ടൈമിനെ അത് കൺസ്യൂം ചെയ്യും അല്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റാണ് അതിനുള്ളതെങ്കിൽ അത് നമ്മൾ റിപ്പയർമെൻറ്റ് വീണ്ടും ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്ത് വീണ്ടും റിപ്പയർ ചെയ്യണം. അപ്പോൾ റിപ്പയർമെൻറ്റ് കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എക്യുപ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, അതായത് മാക്സിമം എഫിഷ്യൻസി ടൈം പീരീഡിന് ശേഷവും നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളുടെ റിസോഴ്സിന് എന്ത് ചെയ്യും, മാക്സിമം അത് നമ്മുടെ ടൈം അല്ലെങ്കിൽ കോസ്റ്റ് റിസോഴ്സുകൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്യുപ്മെൻറ്റ്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അതായത് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം മാറ്റി എന്ത് ചെയ്യും, പുതിയൊരു ഐറ്റത്തിനെ നമ്മൾ അതുകൊണ്ട് റീപ്ലേസ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് എപ്പോഴാണ് വേണ്ടി വരുന്നത്, ഞാൻ ഈ പറഞ്ഞ കേസുകൾ തന്നെ അല്ലേ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വസ്തു അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് എന്താകുമ്പോൾ ഫെയിലിയർ ആകുമ്പോൾ, അതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ കണക്ക് തന്നെ കൂടുതൽ ടൈമും കോസ്റ്റും കൺസ്യൂം ചെയ്യുമെന്ന് എനിക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിനെക്കാട്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്, എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് തോന്നും. ഈ കേസുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ്മെൻറ്റ് നമ്മൾ നടത്തും അല്ലേ. ഇപ്പോൾ ഒരു മൊബൈൽ സെറ്റ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള സെറ്റിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് യൂസ്ഫുൾ ആണ്, ഇതിപ്പോൾ കുറച്ച് നാളായി കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സെറ്റ് ഇറങ്ങി, അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ അത് പേടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ റീപ്ലേസ്മെൻറ്റ് പോസിബിളാണ്, റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് അല്ലേ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തിയറി അഥവാ റീപ്ലേസ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര സമയം നമ്മളുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കിട്ടിയ ഒരു എക്യുപ്മെൻറ്റിനെ മാക്സിമം നമുക്ക് എത്ര ടൈം പീരീഡിലേക്ക് എത്ര കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും എഫിഷ്യൻസി അനുസരിച്ച് നമ്മൾക്ക് അത് എത്രമാത്രം യൂസ്ഫുൾ ആണ്, ഏതൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആണ്, ഇവയെ പറ്റിയെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നൊരു പോളിസിയാണെന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് പോളിസി, റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്, ആ എക്യുപ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും അതുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്ന ടൈം, കോസ്റ്റ്, ഇവയെല്ലാം തന്നെ മാക്സിമം എത്ര സമയത്തേക്ക് എത്ര കോസ്റ്റ് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മെഷീനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മാൻ പവർ, നമ്മൾ ഒരു ലേബർ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അയാൾ നമുക്ക് എത്ര നാളത്തേക്ക് അയാളുടെ എഫിഷ്യൻസി അനുസരിച്ച് എനിക്ക് മാക്സിമം യൂസ്ഫുൾ ആകുന്ന രീതിയിൽ എത്ര നാളത്തേക്ക് എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന പോളിസി നമ്മൾ എന്ന് വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് പോളിസി. റീപ്ലേസ്മെൻറ്റ് എത്ര നാളുകൾക്ക് ശേഷം വേണം, അതായത് മാക്സിമം എനിക്ക് എത്ര സമയം വരെ ആ ഒരു എക്യുപ്മെൻറ്റ് എനിക്ക് യൂസ് ചെയ്യുക, അഥവാ ആ എക്യുപ്മെൻറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ടൈം പീരീഡ്, അല്ലെങ്കിൽ ആ റീപ്ലേസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന പോളിസിയാണെന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറി അഥവാ റീപ്ലേസ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. സോ റീപ്ലേസ്മെൻറ്റ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റൻ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു ബേസ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഒരു ടോപ്പിക്കിന് വേണ്ടി ദാറ്റ് ഈസ് കോൺവെക്സ് റീജിയൻ. ഈ ഒരു ടേമും കൂടെ നിങ്ങളൊന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. കോൺവെക്സ് റീജിയൻ, ഈ ടേം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രാഫിക്കൽ മെത്തേഡ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോൺവെക്സ് റീജിയൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഫീസിബിൾ റീജിയനെ പറ്റി പറയാമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കൺസ്ട്രെയിൻസ് എല്ലാം ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന റീജിയനാണെന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ആ ഫീസിബിൾ റീജിയൻ പല രീതിയിൽ ഉണ്ടാവാം. ഇറ്റ് ക്യാൻ ബി എയ്തർ എ കോൺവെക്സ് റീജിയൻ ഓർ എ കോൺകേവ് റീജിയൻ. അപ്പോൾ എന്താണ് കോൺവെക്സ് റീജിയൻ ആൻഡ് കോൺകേവ് റീജിയൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ചുള്ള കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫീസിബിൾ റീജിയൻ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻടു 2, കോൺവെക്സ് റീജിയൻ ആൻഡ് കോൺകേവ് റീജിയൻ. കോൺവെക്സ് റീജിയൻ ആർ ദോസ് റീജിയൻസ് in which any 2 points in the region, any line segment joining 2 points in the region will lies inside the region itself. അതായത് കോൺവെക്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു റീജിയനെ നമ്മൾ ഒരു ഏരിയ, റീജിയൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏരിയയെ നമ്മൾ കോൺവെക്സ് റീജിയൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഏരിയക്കകത്തെ ഏത് 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റും ആ റീജിയന്റെ ഉള്ളിൽ തന്നെ, അകത്ത് തന്നെ, ഇൻസൈഡ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ആ റീജിയൻ നമ്മൾ എന്താ വിളിക്കുക, അങ്ങനെയുള്ള റീജിയൻ നമ്മൾ എന്താ വിളിക്കുന്നത്, കോൺവെക്സ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ സർക്കിൾ ഈസ് എ കോൺവെക്സ്. കാര്യം എന്താണ്, ഏതൊരു 2 പോയിന്റ് ഈ സർക്കിളിന്റെ അകത്തുള്ള ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പുറത്തല്ല അകത്തുള്ള ഏത് 2 പോയിന്റിന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എവിടെ തന്നെ കിടക്കുക, ലൈൻ സെഗ്മെന്റ് ഹോൾ പോർഷൻ, ലൈൻ സെഗ്മെന്റിന്റെ ഓരോ പോയിന്റ്സും എവിടെ തന്നെ ആയിരിക്കും, ആ റീജിയന്റെ അകത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റീജിയൻസ് എന്ന് വിളിക്കും, കോൺവെക്സ് റീജിയൻ എന്ന് വിളിക്കും. ഒരു റീജിയനകത്തുള്ള 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ റീജിയനിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ സച്ച് റീജിയൻസ് ആർ കോൾഡ് കോൺവെക്സ് റീജിയൻ. ഇത് നോക്കുക, ഇങ്ങനെ റീജിയൻ, അതായത് ലൈൻ സെഗ്മെന്റ് ഞാൻ പറയുമ്പോൾ ഒറ്റ ലൈൻ സെഗ്മെന്റ് ആയിരിക്കണം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ റീജിയനെ സംബന്ധിച്ച് ഇവിടെ 2 പോയിന്റ്സ്, ഈ പോയിന്റുകളെ തമ്മിൽ എനിക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം അല്ലേ. പക്ഷെ ഇതെന്തല്ല, ഈ ജോയിനിങ് ഒരു ലൈൻ സെഗ്മെന്റ് കൊണ്ടുള്ള ജോയിനിങ് അല്ല അല്ലേ. ഇവിടെ ഒരു എന്തുണ്ടായിട്ടുണ്ട്, വളവുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ലൈൻ സെഗ്മെന്റ് എക്സിസ്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു പീക്ക് പോയിന്റ്, ആ പീക്ക് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കുക. അത് നമുക്ക് എന്ത് ചെയ്യും, 2 ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റീജിയനെ സംബന്ധിച്ച് ഈ ഒരു റീജിയനിൽ ഞാൻ 2 പോയിന്റ്സ് എടുത്തു. ഈ റീജിയനെ ഈ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ്സിനെ തമ്മിൽ എനിക്കൊരു ഒറ്റ ലൈൻ സിംഗിൾ ലൈൻ സെഗ്മെന്റ് ഞാൻ എന്താ ചെയ്തത്, ഒറ്റ ലൈൻ സെഗ്മെന്റ് കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഒരു സിംഗിൾ ലൈൻ സെഗ്മെന്റ് കൊണ്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താ, ഈ ലൈൻ സെഗ്മെന്റിന്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻസ്, ഈ ഇത്രയും പോർഷൻ എന്തിന് പുറത്താണ്, റീജിയന് പുറത്താണ്. ആ റീജിയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ റീജിയനാണ് അല്ലേ. അപ്പോൾ ഈ റീജിയന്റെ പുറത്താണ് ഈ ലൈൻ സെഗ്മെന്റ് ഇത്രയും പോർഷൻ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന റീജിയനെ സംബന്ധിച്ച് ആ റീജിയന്റെ
ആ റീജിയനിൻ്റെ അകത്തുള്ള 2 പോയിന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് വരച്ചപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ടും ആ റീജിയൻ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എവിടേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. സോ ദിസ് റീജിയൻ ഇസ് നോട്ട് എ കോൺവെക്സ് റീജിയൻ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ കോൺകേവ് റീജിയൻ. കോൺവെക്സ് റീജിയൻ അല്ലാത്ത നമ്മൾ എന്ന് വിളിക്കും, കോൺകേവ് റീജിയൻ എന്ന് വിളിക്കും. സോ എന്താണ് കോൺവെക്സ് റീജിയൻ എന്ന് വെച്ചാൽ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ അടച്ച്, അതായത് പുറത്തേക്ക് സ്പ്ലിറ്റ്. ഇപ്പം ഇതെന്ന് പറയുന്നത് എന്തല്ല, ഒരു കോൺവെക്സ് റീജിയൻ. അതാണ് ഇവിടെ എന്താണ്, ഇവിടെ എനിക്ക് പുറത്തേക്ക് ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനല്ല, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ കർവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചോ കിട്ടുന്ന ക്ലോസ്ഡ് ആയിട്ട് നമ്മളെന്ന് വിളിക്കുന്നത് കോൺവെക്സ്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫിഗർ നമ്മളെന്ന് വിളിക്കുന്നത് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു റീജിയനെ നമ്മൾ കോൺവെക്സ് റീജിയൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ റീജിയൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഏരിയക്കകത്തുള്ള ഏത് 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴും കിട്ടുന്ന ലൈൻ സെഗ്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തിനകത്ത് തന്നെ നിൽക്കണം, ആ റീജിയനകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അഥവാ ഇങ്ങനെ ആ ലൈൻ സെഗ്മെന്റ് കുറച്ച് പോർഷൻസ് ആ റീജിയൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് റീജിയൻസ് ആർ കോൾഡ് വാട്ട്, കോൺകേവ് റീജിയൻ. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് റീപ്ലേസ്മെന്റ് പോളിസി, റീപ്ലേസ്മെന്റ് തിയറി എന്താണെന്നും കോൺവെക്സ് റീജിയൻസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. ഈ 2 ടോപ്പിക്സിന്റെ ലെക്ചർ നോട്ട്സ് എനിക്ക് എഴുതി ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.